ഹലോ, അസ്സലാമു അലൈക്കും. എന്തെല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് അധികമായില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ചാനൽ കുറച്ചായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കായി പോവുകയും ചെയ്തു. അതിന് പുറമെ മടി നന്നായിട്ടും ചെയ്തു. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അങ്ങനെ രാവിലത്തെ ഫ്രഷ് ആവലും പ്രയറും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങുകയാണ്. അപ്പോൾ ആദ്യം നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ പതുക്കെ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇന്ന് സ്കൂളില്ലാത്തൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ എണീക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ പതുക്കെയാണ് കേട്ടോ പുറത്തിറങ്ങിയത്. ഇപ്പോഴാണെങ്കിൽ നല്ല തണുപ്പല്ലേ, എണീക്കാനാണെങ്കിൽ നമുക്കൊക്കെ ആണെങ്കിൽ കിടന്ന് പൊതിച്ചുകൂടി കിടക്കാനാണ് തോന്നുക. അവരാണെങ്കിൽ സ്കൂളില്ലാത്ത ദിവസം നേരത്തെ നിൽക്കുക, അതിൻ്റെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നല്ല ശുദ്ധവായൊക്കെ ഒന്ന് ശ്വസിച്ചിട്ട് പിന്നെ ഞാൻ കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മെഷീനിൽ കുറച്ച് അലക്കാൻ ഇടാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് ഓണാക്കിയിട്ട് ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ട്. മടി കാരണമാണ് കുറച്ച് ലേറ്റ് ആയതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ആ തിരക്ക് കഴിഞ്ഞപ്പോൾ പിന്നെ ഗ്യാപ്പ് വന്നിട്ടോ, മടി പിടിച്ച്. അപ്പോൾ ഒത്തിരി കൂട്ടുകാർ നമ്മൾ അന്വേഷിച്ചിരുന്നു കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്താ വീഡിയോ ഇടാത്തത്, വീഡിയോ നിർത്തിയോ, വീഡിയോ ഇട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് നമുക്ക് മെസ്സേജ് അയച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാ മടിയൊന്നും പിടിക്കാതെ എന്നും വീഡിയോ ഇടണം എന്നൊക്കെ കരുതുന്നുണ്ട്. എന്താകുമെന്നോ അറിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പുട്ടും കടലക്കറിയാണ് റെഡിയാക്കുന്നത്. കടല ഞാനവിടെ ഗ്യാസിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പുട്ടിനുള്ള പൊടി കുതിർത്ത് വെച്ചിട്ട് ഞാൻ മുറ്റടിക്കാൻ ഇറങ്ങുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇല കൊയ്യണ സീസണായിട്ടുണ്ടല്ലോ. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ മുറ്റാകെ പരന്ന് കിടക്കുകയാണ് കേട്ടോ. എത്ര അടിച്ചു വാരിയാലും പിറ്റേ കുറച്ച് സമയം കഴിയുമ്പോഴത്തേന് അത് അതേപോലെ പരന്ന് കിടക്കും കേട്ടോ. അപ്പോൾ പുട്ടിനുള്ള അത് അവിടെ കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കുക്കറൊക്കെ ഒന്ന് വിസിലടിച്ച് അത് വേവിച്ചിട്ട് ഓഫാക്കിയിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത്. ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മുറ്റടിച്ചതിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുടിക്കാനാകുമ്പോൾ പുട്ട് ചുട്ടെടുത്താൽ മതിയല്ലോ എന്ന് കരുതി മുറ്റടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. മുറ്റടിക്കൽ കഴിഞ്ഞപ്പോൾ കരുതി കുറച്ച് പുറത്തുനിന്ന് അലക്കാണ്ടായിരുന്നു. അപ്പം അതുകൂടി അലക്കിയിട്ട് നമുക്ക് ചായ കുടിക്കാമെന്ന് കരുതി അലക്കാനുള്ളത് കൂടി അലക്കുകയാണ്. ഈ രാവിലത്തെ ആ കിളികളെ സൗണ്ടും ഒക്കെ കേട്ട് ഉണരുന്ന ഭയങ്കര റീഫ്രഷിങ് എനർജി ആയിട്ട് എനിക്ക് നല്ല രാവിലെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ഇവിടെ ചുറ്റും മരങ്ങളായതുകൊണ്ട് തന്നെ നല്ല പക്ഷികളും കിളികളും ഒക്കെ നന്നായി സൗണ്ട് കേൾക്കും കേട്ടോ. അപ്പോൾ ഇതാ മുറ്റടിക്കലും അലക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കറി തേങ്ങ അരച്ച് പാർന്ന് താളിച്ചെടുത്തിട്ട് പിന്നെ പുട്ടും ചുട്ടെടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. കൂടെ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിക്കോളൂ കേട്ടോ.
ഇതിൻ്റെ ഇടയിൽ ആദ്യം ഒന്ന് എണീറ്റിനി കേട്ടോ. അപ്പോൾ ഇന്ന് ക്ലാസ് ഇല്ല, കുറച്ച് സമയം കൂടി ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അവൻ പുതച്ചോടി കിടന്നിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ എല്ലാവരെയും വിശേഷങ്ങളും. 2-3 വീഡിയോസ് ഇങ്ങനെ എഡിറ്റ് ചെയ്യാതെയും വോയിസ് ഓവർ കൊടുക്കാതെയും അങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ അത് തുടങ്ങാൻ കുറച്ച് പാടാണ് കേട്ടോ. അത് ഈ വീഡിയോ എടുക്കൽ നല്ല വേറെ എന്ത് ജോലിയാണെങ്കിലും നമ്മൾ കുറച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ എടുക്കാൻ ഭയങ്കര പാടാണ്. അത് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നു കരുതുന്നു. അങ്ങനെ ഇതാ പുട്ടും കറിയൊക്കെ ആയപ്പോൾ ഞാൻ ചായ കുടിക്കാൻ ഇരുന്നിട്ടുണ്ട്. എൻ്റെ ചായ കുടി കഴിഞ്ഞപ്പോഴാണ് ആദ്യം പിന്നെ എണീറ്റത്. ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ ചായ കുടിക്കുന്നത്. അപ്പോൾ ഇന്ന് ക്ലാസ് ഇല്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ നല്ല കൂളായിട്ട് തന്നെ നമുക്ക് എല്ലാ ജോലിയും ചെയ്തെടുക്കാം. മറ്റ് ക്ലാസ് ഉള്ള ദിവസമാണെങ്കിൽ പോകാനാവുമ്പത്തിന് അവന് പോകുമ്പോൾ കുറച്ച് കഞ്ഞി കൊടുക്കും. പിന്നെ അവനെ എണീപ്പിക്കാൻ തന്നെ ഭയങ്കര പാടാണ്. അങ്ങനെ പിന്നെ സ്നാക്സ് ഉണ്ടാക്കണം. അങ്ങനെ എല്ലാം കുറച്ച് തിരക്ക് പിടിച്ച ദിവസമായിരിക്കും അവന് ക്ലാസ് ഉള്ള ദിവസം. അപ്പോൾ അതാ അവന് ബ്രഷൊക്കെ ചെയ്തെടുത്തിട്ട് ഞാൻ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വന്നിട്ടുണ്ട്. പിന്നെന്താ, ഞാൻ കഷ്ടപ്പെട്ട് പുട്ടും കറിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ അവന് പുട്ട് വേണ്ട, പുട്ട് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവന് പഴം കൊടുത്തിട്ടുണ്ട്. അത് രാവിലെ എണീക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയലുണ്ട്, ചപ്പാത്തി ഇഷ്ടമല്ല, പുട്ടുണ്ടാക്കിയ പുട്ട് ഇഷ്ടമല്ല. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു 10 മണി 11 മണിയാകുമ്പോൾ കൊടുക്കുമ്പോൾ അത് നല്ല വയറ് നിറച്ച് കുടിക്കും കേട്ടോ. പിന്നെ എന്താ ഇവിടെ എൻ്റെ ഉമ്മ ഉണ്ട്. ഉമ്മാക്ക് ചുക്കാപ്പി ഉണ്ടാക്കി, തൊണ്ടവേദനയാണെന്ന് പറഞ്ഞപ്പോൾ ചുക്കാപ്പി ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുകയാണ്. സ്പീഡ് ചോട്ട് അപ്പളാ പോളേ. അങ്ങനെ എന്താ കുറച്ച് സമയം അതിൻ്റെ ഒപ്പം പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി അവൻ്റെ ഒപ്പം ഒന്ന് കുറച്ച് സമയം ചിലവഴിച്ചു കിട്ടും. പിന്നെ അകത്ത് കയറിയിട്ട് ചോറ് തലേ ദിവസം വെച്ച കുറച്ച് ചോറ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ചോറ് വെക്കാനില്ല, മീൻ കറി വെക്കാണ്ട് കുറച്ച് പൊരിക്കാനും മസാല തേച്ച് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ആളുണ്ടായതുകൊണ്ട് തന്നെ എത്ര കുറച്ചുണ്ടാക്കിയാലും കുറച്ച് ബാക്കി ഉണ്ടാവും. അപ്പോൾ തലേ ദിവസത്തെ ചോറ് ബാക്കിയുണ്ട്, കറിയും മീൻ പൊരിച്ചതൊക്കെ ഒന്ന് ഫ്രഷായി ഉണ്ടാക്കുക. പിന്നെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ എന്താ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഇന്ന് രാത്രിക്ക് ബ്രോസ്റ്റ് റെഡിയാക്കാമെന്ന് കരുതി. അപ്പോൾ എന്താ ചിക്കനൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മസാല തേച്ച് ഫ്രിഡ്ജിക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാണ്. അപ്പോൾ കാൻ്റെ വീട്ടുകാരോടൊക്കെ ഒന്ന് ഇങ്ങോട്ട് രാത്രിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എല്ലാവരും ഇവിടെ ഒന്ന് ഒരുമിച്ച് കൂടാമെന്ന് കരുതിയിട്ട് ഞാൻ ബ്രോസ്റ്റൊക്കെ മസാല വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇത് രാത്രി ഫ്രൈ ചെയ്യുന്ന സമയത്താണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒന്ന് എല്ലാവരും നമ്മളെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ രാത്രി ഞാൻ ടോസ്റ്റൊക്കെ പൊരിച്ചെടുക്കുകയാണ്. പിന്നെ ഇത് നമ്മളെ വീട്ടിലെ പുതിയ മെമ്പറാണ് കേട്ടോ. കാൻ്റെ ബ്രദറിൻ്റെ മോളാണ്, ചെറിയ മോളാണ്. അപ്പോൾ അവളെ ഇട്ടിട്ട് മക്കളൊക്കെ പാടെ അവളെ ഇട്ടിട്ട് പൊതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ബ്രോസ്റ്റ് കഴിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളൂ. ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ.